ഫ്രഷ് കട്ടിനെതിരായ സമരത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കെ പ്രദേശത്ത് പ്രതിഷേധം തുടരുന്നു. ജനപ്രതിനിധികളെയും സമരസമിതി പ്രതിനിധികളെയും വിളിക്കാത്ത യോഗത്തിന് പിന്നിൽ ദുരുദ്ദേശം സംശയിക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് അംഗം റംസീന നരിക്കുനി മീഡിയ വണ്ണിനോട് പറഞ്ഞു. അതിനിടെ സമരം തുടരണം എന്ന ആഹ്വാനവുമായി കേസിലെ ഒന്നാം പ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ ടി മെഹ്റൂഫ് FBയിൽ പോസ്റ്റിട്ടു. ഫ്രഷ് കട്ടിനെതിരായ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയും അതിനെ തുടർന്നുള്ള പോലീസ് നടപടികൾ പ്രദേശത്ത് ആശങ്കയുണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ സർവകക്ഷി യോഗം വിളിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ ജില്ലാ ഭാരവാഹികളാണ് യോഗത്തിൽ പങ്കെടുക്കുക. ഫ്രഷ് കട്ടിനെതിരെ സമരം ചെയ്ത സമരസമിതിയുടെ പ്രതിനിധികളെയോ പ്രദേശത്തെ ജനപ്രതിനിധികളെയോ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല. പ്രദേശത്തെ സാഹചര്യം നന്നായി അറിയുന്നവരെ ഒഴിവാക്കി യോഗം നടത്തുന്നതിനെതിരെ വിമർശനം ശക്തമാണ്. ഫ്രഷ് കട്ടിനെ അവിടെ നിലനിർത്തുക, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള സമീപനം തന്നെയാണ് അധികാരികളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുണ്ടായത്. ഈ സർവകക്ഷി യോഗത്തിന്റെ ഒരു സ്ട്രക്ചർ കൂടെ കാണുന്ന നിലയിൽ നമ്മൾ അങ്ങനെ തന്നെ സംശയിക്കുന്നുണ്ട്. അവിടെ സമാധാനം തകർക്കുന്നത് പോലീസാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലാണ് ഈ ചെയ്യുന്നത്. ഈ ക്രൂരത അവസാനിക്കാത്ത കാലത്തോളം യാതൊരു സമാധാന ചർച്ചയും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം സ്ഥലം സന്ദർശിച്ചു. പ്രദേശവാസികളുമായി സംസാരിച്ചു. സർവകക്ഷി യോഗം കളക്ടർ വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ പോലീസിന്റെ റെയ്ഡ് അവസാനിപ്പിക്കാതെ ഒരു മധ്യസ്ഥ സംസ്ഥാനത്തിനും ഞങ്ങളില്ല എന്ന് മുസ്ലിം ലീഗും UDFും പറയാൻ പോവുകയാണ്. സംഘർഷ കേസിലെ ഒന്നാം പ്രതിയും DYFI നേതാവുമായി ടി മെഹ്റൂഫ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സമരം തുടരാൻ ആഹ്വാനം ചെയ്തു. ഒരു തുള്ളി രക്തമോ ഒരു തുണ്ട് മാംസമോ ശേഷിക്കുന്നതുവരെ പോരാട്ടം തുടരുക എന്നാണ് വരികൾ. ഫ്രഷ് കട്ട് ആക്രമിച്ചത് സമരസമിതിയല്ലെന്നും പോസ്റ്റിൽ പറയുന്നു. സമരം ചെയ്യുന്ന പ്രദേശവാസികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താമരശ്ശേരിയിൽ നിന്ന് വ്യാപാരികൾ കടകളടച്ചു. സമരവുമായി ബന്ധപ്പെട്ട വീടുകളിൽ വ്യാപാരികൾ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു. താമരശ്ശേരിയിൽ സംഘടിപ്പിച്ച ജനസദസ്സ് MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മീഡിയ 1 കോഴിക്കോട്.